സിനിമാ രംഗത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു, പക്ഷേ അത് ശുഭകരമായ വാർത്തയല്ല. ജൂൺ 1 മുതൽ കേരളത്തിൽ സിനിമാ സമരം വരും. സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുന്ന എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം. വിഷ്ണുപ്രകാശ് തന്നെ വിവരങ്ങൾ നൽകും. വിഷ്ണു, ഇപ്പോൾ ഈ GST ഒക്കെ സർക്കാരിനെതിരായ അല്ലെങ്കിൽ സംവിധാനത്തിനെതിരായ സമരം എന്ന നിലയ്ക്ക് കണക്കാക്കാം. ഈ പ്രതിഫലമൊക്കെ വെട്ടിക്കുറയ്ക്കേണ്ടത് താരങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അതിലും സമരമാണോ? അതിൽ ചർച്ചയൊന്നുമില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലോട്ട് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ മുന്നേറുന്ന ഒരു സമയത്താണ് വീണ്ടും മലയാള സിനിമയിലേക്ക് ഇത്തരത്തിലൊരു സമരത്തിന്റെ ഒരു പ്രഖ്യാപനവുമായി ഇപ്പോൾ സിനിമയുടെ സംയുക്ത മേഖലയിൽ നിന്നും വന്നിരിക്കുന്നത്. അവരൊരു നിർദ്ദേശവുമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ നടത്തിയ വാർത്താ സമ്മേളന പ്രകാരം അവർ ജൂൺ 1 മുതൽ സിനിമകൾ പരിപൂർണമായിട്ടുള്ള സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കും എന്നുള്ള ഒരു തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇതിൽ സിനിമയുടെ എല്ലാ സംയുക്ത മേഖലയിലുള്ള ഫെഫ്ക അതുപോലെ എല്ലാവരുടെയും യൂണിയനിലുള്ള എല്ലാവരും ഉൾപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് GSTയും അതുപോലെ തന്നെ GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പറയുന്നത്. അതോടൊപ്പം ഈ സിനിമാ താരങ്ങളുടെ പ്രതിഫലത്തിൽ ഉള്ള തർക്കം, അവരുടെ വലിയ ഉയർന്ന തുക പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നത്. ഏതായാലും സിനിമ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി. ഈ അഭിനേതാക്കൾ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ അമ്മയെ അറിയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ കൃത്യമായ പ്രതികരണമൊന്നും അമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നില്ലേ? അതിന്റെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ഇവർക്ക് അനുകൂലമായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സമവായ ചർച്ചയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ അവർ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സമരത്തിലോട്ട് മാറുകയാണ്. ഇതിന്റെ ഈ സമരം പ്രഖ്യാപിച്ചതിന്റെ ശേഷം ഇനി പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളും മറ്റും നടന്ന് എന്തെങ്കിലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായാൽ ഇതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജൂൺ 1 മുതൽ സിനിമാ സമരത്തിലേക്ക് പോകുന്നു. സംയുക്ത സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. പ്രധാനമായിട്ടും GST ആയി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. മറ്റൊന്നാണ് ആരെങ്കിലും പ്രമുഖ താരങ്ങളുടെ അത് തവണകളാക്കണം എന്ന ഒരു നിർദ്ദേശമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ വേണ്ട ചർച്ച നടത്തിയിട്ടാണ്. അത് സമരമാണോ അതിനുള്ള മാർഗമെന്ന് എന്തായാലും അറിയില്ല. അവർ തീരുമാനിക്കട്ടെ.